എന്നും വൈകിട്ടാകുമ്പോൾ ഇതുപോലെ മഴക്കാർ വരും. മഴക്കാർ വന്ന് കൂടി ഞങ്ങൾ വയലിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ മണ്ടയിൽ കൂടെ അങ്ങ് അങ്ങോട്ടെങ്കിലും പോകും. ഇവിടെ മഴ പെയ്യേയില്ല. വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാവും നാട്ടുകാരൊക്കെ അറിഞ്ഞ മോശമാണല്ലോ എന്ന് വിചാരിച്ചായിരിക്കും അന്ന് മഴ പെയ്തു. പയറ് ചെടിയിലിട്ടിരുന്ന തൂണ് ഇങ്ങനെ ആയിപ്പോയി. അങ്ങനെ മഴയുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മുടെ പയറിൻ്റെ പന്തലിലിട്ടിരുന്ന കമ്പ് ചാഞ്ഞു പോയി. പിന്നെ അതേ നമ്മുടെ കുളത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ മണ്ണ് ഇറങ്ങിയിട്ട് വെള്ളമൊക്കെ കലങ്ങി വെള്ളം കോരാൻ പറ്റാത്ത രീതിയിൽ തൊട്ടി ഇടിക്കുന്ന പരുവായിട്ടുണ്ട്. വെള്ളം നല്ലോണം മുക്കിയെടുക്കാൻ പറ്റുകയാണ്. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു വട്ടത്താമര നിൽപ്പുണ്ടെന്നുള്ള കാര്യം ഓർത്തത്. അങ്ങനെ എനിക്ക് അത് തന്നെ വെട്ടി തൂണിടാന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെയും മൊത്തം കാട് കയറി കിടക്കുകയാണ്. ഇനിയിപ്പം വയലിലെ പരിപാടി ഒന്ന് ഏകദേശം ഒന്ന് സെറ്റാക്കി എല്ലാമൊക്കെ കളച്ചതിന് ശേഷം വേണം ഇവിടെ ഒന്ന് വൃത്തിയാക്കി എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാനെന്ന് വിചാരിക്കുന്നത്. നേരത്തെ ഞാനവിടെ വാഴയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. ഒരു 5-6 കൊലയൊക്കെ കിട്ടിയായിരുന്നു. പക്ഷേ പിന്നെ ഇപ്പോൾ അവിടെ മൊത്തം കാടായി. ഈ അടയ്ക്കാമരത്തിൻ്റെ കമ്പ് എന്തോ പഞ്ഞി പോലെ ആയിപ്പോയി. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്ന് അറിയാൻ വയ്യ. പക്ഷേ നമ്മളന്ന് കൊണ്ടുവന്ന സമയത്ത് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, നല്ല സ്ട്രോങ് ആയിരുന്നു. പക്ഷേ ഇപ്പം എന്ത് പറ്റിയാണോ, അത് മഴ പെയ്തിന് വെള്ളം ഇറങ്ങി ചീത്തായതാണോ എന്തോ ഒന്നും അറിയാൻ വയ്യ. ഇങ്ങനെ ഒരു അടിയന്തര സാഹചര്യം എനിക്ക് ഒറ്റയ്ക്ക് നേരിടാൻ പറ്റാത്തതുകൊണ്ടാണ് ഇച്ചായും കൂടെ ഇന്ന് വന്നത്. അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഇച്ചായി വയലിൽ വരുന്നില്ലായിരുന്നു. കാരണം വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ കുംഭമാസം ആയതുകൊണ്ട് ഓഫ് സീസൺ ആയതുകൊണ്ടാണ് ഇച്ചായിക്ക് അന്ന് കിളയ്ക്കാനൊക്കെ പറ്റിയത്. ഇപ്പോൾ നമ്മൾ കിളച്ച സ്ഥലം തന്നെ ബാക്കി ഇട്ടേക്കും. പിന്നെ ബാക്കി കിളയ്ക്കാനൊന്നും പറ്റിയിട്ടില്ല. നൈസ് അല്ലേ? സ്വന്തം ഭൂമിയിൽ സ്വന്തമായിട്ട് ഇങ്ങനെ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെയാണ് നമ്മുടെ ബോസ് എന്നാണ് ചായ പറയുന്നത്. ആ സമയത്ത് വേറെ ആരും നമ്മുടെ കാര്യത്തിലൊന്നും ഇടപെടാൻ വരില്ല. അപ്പം നമുക്ക് ആരും പറയുന്നത് കേൾക്കണ്ട. നമുക്ക് എന്തെങ്കിലും തെറ്റുകളുണ്ടായാൽ നമുക്ക് സ്വയം തിരുത്താൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ചായ പറയുന്നത്. അങ്ങനെ ചായ വെള്ളം കോരി തന്നുകൊണ്ട് എനിക്കിന്ന് പണി ഈസി ആയിരുന്നു. എനിക്ക് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചാൽ മാത്രം മതിയായിരുന്നു. അങ്ങനെ ചെളിയൊക്കെ കോരി കളഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് കുഴിച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചായ ഇതേ കുളത്തിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.